രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ട പുഴുങ്ങിയതും പപ്പടമൊക്കെയാണ് കേട്ടോ. കോണിൻ്റെ പുട്ടായതുകൊണ്ടാണ് ആ ഒരു കളറിലിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അന്നേരം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അങ്ങനെ ഓട്സിൻ്റെ ഒരു മിഠായി ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിച്ചു. ഞാൻ പൊതുവെ ഈ മധുരത്തിൻ്റെ ആളല്ല, എനിക്ക് മധുരം അങ്ങനെ വലിയ താല്പര്യമുള്ള ആളല്ല. എനിക്ക് സ്പൈസി ഫുഡ് ഐറ്റംസ് ആണ് ഭയങ്കര ഇഷ്ടം. എന്ന് കരുതി ഞാനങ്ങനെ ഒട്ടും കഴിക്കില്ല എന്നല്ല, വല്ലപ്പോഴും കഴിക്കാൻ ഒരു ഇത് തോന്നിയാൽ കഴിക്കും കേട്ടോ. ഞാൻ അങ്ങനെ കഴിക്കാറില്ല, ഈ ചോക്ലേറ്റ് ഐറ്റംസ് കൊണ്ട് ഞാൻ തീരെ കഴിക്കാറില്ല, വല്ലപ്പോഴും തോന്നിയാൽ കഴിക്കും, അതേ ഉള്ളൂ. വൃശ്ചികം തുടങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് പോയിട്ട് ഞാൻ കഞ്ഞിയും അസ്ത്രവും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അസ്ത്രം എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറഞ്ഞതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് വീട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ പോയി കഞ്ഞി കുടിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നത്. അതിപ്പം സപ്താഹത്തിൽ നമ്മൾ ഊണ് കഴിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. വൈകുന്നേരം ആയപ്പോൾ ഒരു ബ്രെഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ചോറും മീൻകറിയും മീൻ വറുത്തതും മോരും കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അയിലയാണെന്ന് തോന്നുന്നു, അത് അയിലക്കിരിയാനാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും എനിക്ക് മീൻ വറുത്തതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഫ്രൈ ഐറ്റംസ് ആണ് ഒന്നും കൂടി ഇഷ്ടം കറി വെച്ചതിനെക്കാട്ടിൽ. പക്ഷേ മീൻകറി എനിക്ക് വേണം താനും. ഉച്ചയ്ക്ക് എനിക്ക് ചോറും മീൻകറിയും നിർബന്ധം. അപ്പോൾ ഒന്നും എനിക്ക് പറ്റത്തില്ല. ഉച്ചയ്ക്ക് ചോറും മീനും അല്ലാതെ വേറെ ഒന്നും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല.